മനോരമയുടെ അഴിമതിയുടെ നിഴലിൽ നിൽക്കുന്ന മേനോൻ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തന ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇതേ നോക്കി കണ്ടോ. CMRL എക്സാലോജിക് ദുരൂഹ ഇടപാട് മൊഴികളിൽ സർവത്ര പൊരുത്തക്കേടത്രേ. വീണയുടെയും CMRL ഉന്നതരുടെയും മൊഴികളിൽ വ്യക്തതയില്ലെന്ന് ED. 2.78 കോടിയുടെ വിനിയോഗത്തിലും വ്യക്തതയില്ല. അതായത് കഴിഞ്ഞ ദിവസമാണ് ED വീണയുടെ മൊഴിയെടുത്തത്. 9 മണിക്കൂർ വരെ നീണ്ടേ എന്ന ആഘോഷത്തിന് ശേഷം സാധാരണഗതിയിൽ ഒരു അന്വേഷണ ഏജൻസി മൊഴിയെടുത്തതിന് ശേഷം റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ അവർ ഉന്നത ഉദ്യോഗസ്ഥർക്കാണോ അതോ മനോരമയുടെ ഓഫീസിലാണോ എന്ന സംശയം ഉണ്ടാവുകയാണ്. ഇതിപ്പോ പൊരുത്തക്കേടുണ്ടെങ്കിൽ ആ പൊരുത്തം വരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? EDയുടെ ഉത്തരവാദിത്തമാണ്. നിലവിൽ പിണറായി വിജയൻ അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി, മേനോനാണ് മുഖ്യമന്ത്രി. അപ്പോ അവർക്ക് ഭരണം കൊണ്ടും ഒരു തടസ്സവും ഉണ്ടാകാൻ പോകുന്നില്ല. അവർക്ക് വ്യക്തതയില്ലെങ്കിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വവും അവർക്ക് തന്നെയാണ്. പക്ഷേ വാർത്ത വരണം. എന്തിനാണ് വാർത്ത വരേണ്ടത്? വാർത്ത വരേണ്ടത് മേനോന്റെ ബജറ്റ് കച്ചവടത്തെ തുടർന്ന് വലിയ വിവാദം കേരളത്തിൽ അലയടിക്കുകയാണ്. മനോരമ എത്ര വിചാരിച്ചിട്ടും കഥകൾ മെനഞ്ഞിട്ടും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ബജറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് തന്നെ ഇടപാടുകളിൽ വലിയ തോതിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തു. സ്വാഭാവികമായിട്ടും ചർച്ച വഴിതിരിക്കാൻ വേണ്ടി 9 മണിക്കൂർ ചർച്ച. എന്താണ് 9 മണിക്കൂർ ചർച്ച? ആ സമയം വരെ പോയി എന്ന് വരുത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യം. അല്ലാതെ CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടിലൂടെ 2.74 കോടി രൂപ, അതിൽ 1 കോടി രൂപ ലോണായി എടുത്തതുമാണ്. അങ്ങനെയുള്ള പണം അക്കൗണ്ട് ബൈ എത്തിയതുകൊണ്ട് പണം വാങ്ങി എന്നതിന് രേഖയുള്ള പണം എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളത് അതിൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ കൂടി എടുത്താൽ കൃത്യമായി ബോധ്യപ്പെടും. പക്ഷേ ഇത് ബോധ്യപ്പെടാൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. നമുക്ക് എല്ലാ കാലത്തും സംശയമുണ്ടാകും. ആ സംശയത്തിന്റെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിരന്തരം ഇതിനെ സംബന്ധിച്ച് വാർത്തകൾ വരുത്തിക്കൊണ്ടിരിക്കണം. അല്ലാതെ വസ്തുത കണ്ടെത്തുക എന്നത് നമ്മളുടെ ഉദ്ദേശമേ അല്ല. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നിയമവിരുദ്ധമായിട്ടുള്ള പണം ലോകത്ത് ഒരു മനുഷ്യനും അക്കൗണ്ടിൽ GST അടച്ച് വാങ്ങിച്ച ചരിത്രമേ ഇല്ല. അങ്ങനെയുള്ള പണത്തിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുമ്പോൾ ED നോട്ടീസ് കൊടുത്തു. നോട്ടീസ് കൈപ്പറ്റി ചോദ്യം ചെയ്യാൻ അവർ ഹാജരായി. ഒരു തവണ കഴിഞ്ഞു, 2ാം തവണ നടത്തി. ഇതിനിടയ്ക്ക് ഒരു തവണ ലോക്കർ നാടകവും നടന്നു. ലോക്കറിൽ പോയി 3 മണിക്കൂർ ഇരുന്നു. എന്തിനാണ്? ആരുടെയെങ്കിലും ഒരു ലോക്കർ തുറന്ന് പരിശോധിക്കാൻ എത്ര സമയം വേണം? ഒരു ലോക്കർ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് അതിനകത്ത് എന്തൊക്കെ സാധനമുണ്ട് എന്ന് നോക്കാം. അപ്പൊ അതിനകത്ത് ഉണ്ടംപൊരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവിടെ പരിശോധനയ്ക്ക് ഒന്നുമില്ല. പിന്നീട് കിട്ടേണ്ടത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ എത്ര സമയം വേണം? ഒരു അരമണിക്കൂർ സമയം പോരെ? പിന്നെ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾക്ക് 1 മണിക്കൂറായി, 2 മണിക്കൂറായി, 3 മണിക്കൂറായി എന്ന് ബ്രേക്കിംഗ് കൊടുത്തുകൊണ്ട് വാർത്ത ലൈവാക്കി നിർത്താനുള്ള ഒരു തന്ത്രം EDയുടെ വക ഉണ്ടാകുന്നതാണ്. അതിനപ്പുറത്തേക്ക് വീണ തൈക്കണ്ടിൽ അക്കൗണ്ട് വഴി വാങ്ങിയ പണത്തിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടെങ്കിൽ നിങ്ങൾ കേസെടുക്ക് സാർ, അറസ്റ്റ് ചെയ്യ് സാർ. ആരാണ് നിങ്ങളുടെ കൈ കെട്ടിയിട്ടിരിക്കുന്നത്? പിണറായി വിജയൻ കയറി പിടിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ CPM അല്ല ഇവിടെ അധികാരത്തിൽ ഇരിക്കുന്നത്. കേന്ദ്രത്തിൽ EDയുടെ സ്വന്തം യജമാനന്മാരും സംസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ അതേ കേന്ദ്രത്തിന്റെ ഒരു മികച്ച ഭക്തനുമാണ് മുഖ്യമന്ത്രി. അപ്പോ എന്ത് തടസ്സമാണ് നിങ്ങൾക്കുള്ളത്? അപ്പോ തടസ്സമല്ല പ്രശ്നം, നിങ്ങളോട് സഹകരിക്കാത്തതല്ല പ്രശ്നം. നിങ്ങൾക്ക് വാർത്ത വരുത്തിയിട്ട് മേനോൻ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ നിന്ന് വഴിതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണം. ആ കാരണത്തിന് വേണ്ടി എക്സാലോജിക് എന്ന കമ്പനി, പൂട്ടിപ്പോയ കമ്പനി, ഏത് വർഷത്തിൽ 2021 പൂട്ടിപ്പോയ ഒരു കമ്പനിയെ കുറിച്ച് ഇപ്പൊ എന്തോ വലിയ അന്വേഷണം നടത്തി കേവലം 1.5 ലക്ഷം രൂപ മാത്രം അക്കൗണ്ടിലുള്ളതിനെ ഫ്രീസ് ചെയ്ത് വച്ചിപ്പിച്ച് കഥയുണ്ടാക്കി മേനോൻ മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന ചർച്ചകളിൽ നിന്ന് വഴിതിരിക്കാനുള്ള മനോരമയുടെ പെയ്ഡ് തന്ത്രമാണ്. കാര്യം വീര്യം കുറഞ്ഞ മദ്യം, അതിൽ നിന്ന് എത്ര കിട്ടി, അതിന്റെ ഒരു വിഹിതം എവിടെയാണ് അടയ്ക്കപ്പെടുന്നത്? അത് മനോരമ ആഫീസിലാണ് അടയ്ക്കപ്പെടുന്നത്. അതുകൊണ്ട് മേനോൻ അധികാരത്തിൽ ഇരിക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ്. നമുക്ക് നല്ല വരുമാനം ഉണ്ടാകുന്നതാണ്. നമ്മുടെ കച്ചവടങ്ങൾ നല്ല രീതിയിൽ നടക്കും. അതുകൊണ്ട് ഇമാതിരി ഊളത്തരങ്ങൾ വാർത്ത എന്ന പേരിൽ മനോരമ വലിയ തലക്കെട്ടടി വിടുമ്പോൾ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലെ ഓണർ കൂടിയായിട്ടുള്ള വ്യക്തി കഴിഞ്ഞ ദിവസം അവരുടെ ചർച്ചയിൽ പറഞ്ഞ വാചകം മാത്രമേ മനോരമയുടെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കാനുള്ളൂ. ഇന്ന് രാവിലെ മനോരമ വാർത്തയും ഉച്ചയ്ക്ക് ശേഷം നിയമസഭയിൽ കാണാം. നാളെ രാവിലെ മനോരമ വാർത്തയും ഉച്ചയ്ക്ക് ശേഷം നിയമസഭയിൽ കാണാം. ഇതാണ് കേരളത്തിലെ സംവിധാനം മുന്നോട്ട് പോകുന്നത്. ഇതിനെ തുറന്നു കാണിച്ചാൽ കള്ളൻ കൊലപാതകമായി മാറും.